അമ്പലപ്പാറ KSEB സെക്ടറിൽ 1 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. വേനൽക്കാലത്തെ വോൾട്ടേജ് ക്ഷാമം തകരാറുകളും പരിഹരിക്കുകയാണ് ലക്ഷ്യം. വൈദ്യുതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. LS ലൈനുകൾ പൂർണ്ണമായും കവചിത കേബിളാക്കി മാറ്റുകയും ട്രാൻസ്ഫോമറുകൾ പുതിയതായി സ്ഥാപിക്കുന്നതുമായ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. സെക്ഷൻ പരിധിയിലെ ട്രാൻസ്ഫോമറുകളുടെ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം കവചിത കേബിളുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും അതിവേഗം പുരോഗമിച്ചു വരികയാണ്. ഏകദേശം 45 ട്രാൻസ്ഫോമറുകൾ അറ്റകുറ്റപ്പണി നടത്തി പെയിന്റ് അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഉൾപ്രദേശങ്ങളിലാണ് LT ലൈനുകൾ മാറ്റി കവചിതമാക്കുന്നത്. ഏകദേശം 200 കിലോമീറ്റർ ദൂരമാണ് ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുള്ളത്. കേബിളുകൾ സ്ഥാപിക്കുന്നതോടെ സിംഗിൾ ഫേസ് ലൈനുകൾ 3 ഫേസ് ലൈനുകളാക്കി മാറും. ഇതോടെ വോൾട്ടേജ് ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകും. ലൈനുകൾക്കൊപ്പം നിലവിലുള്ള 5 ട്രാൻസ്ഫോമറുകളുടെ ലോഡ് പരിധി ക്രമീകരിച്ച് 100-ൽ നിന്നും 160 കിലോ വാട്ട്സാക്കി ഉയർത്തും. ലോഡ് കൂടിയ ഭാഗങ്ങളിൽ പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അമ്പലപ്പാറ സെക്ഷനിൽ ഒരുപാട് ഈ പറഞ്ഞ കഴിഞ്ഞ സമ്മറിലൊക്കെ എല്ലാ സെക്ഷനുകളിലും ഉണ്ടായ കേരളം മൊത്തം ബാധിച്ചപ്പോൾ ലോഡ് കൂടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ്, ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ അമ്പലപ്പാറയ്ക്ക് അത്ര ഇല്ലെങ്കിലും ഈ ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ട് എന്നുള്ള നിലയ്ക്ക് അമ്പലപ്പാറയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ലോസ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് RDSSന്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ സിംഗിൾ ഫേസ് ലൈനുകൾ 3 ഫേസ് ആക്കുന്ന പ്രവർത്തികൾ, അതുപോലെ തന്നെ പഴയ കൺവെൻഷണൽ ആയിട്ടുള്ള ബെയർ കണ്ടക്ടേഴ്സ് എല്ലാം മാറ്റിയിട്ട് കവേർഡ് കണ്ടക്ടർ ABC കേബിളുകളാക്കി മാറ്റുന്ന പ്രവർത്തികൾ, അതുപോലെ തന്നെ നമ്മുടെ അമ്പലപ്പാറയിൽ നിന്ന് പുതിയ ഇൻഡസ്ട്രിയൽ പാർക്കുകളൊക്കെ ചെറുതായിട്ട് തുടങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിലേക്കുള്ള ലോഡ് നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്യും എന്നതിന് നോക്കിക്കൊണ്ട് തന്നെ വളരെ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് 110 kV സബ്സ്റ്റേഷൻ പത്തിരിപ്പാലയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് UG കേബിളായിട്ട്, അണ്ടർഗ്രൗണ്ട് കേബിളായിട്ട് ഒരു ഫീഡർ തരാനുള്ള പ്രവർത്തികൾ ഇപ്പോൾ അതിന് ടെൻഡറിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമ്പലപ്പാറ സെക്ഷനിലേക്ക് മാത്രം ഇതുവരെ ഒരു ഫീഡർ, മണ്ണൂർ ഫീഡർ എന്നുള്ള ഫീഡർ പത്തിരിപ്പാല സെക്ഷനും കൂടി ഷെയർ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കവേർഡ് കണ്ടക്ടർ ആക്കിയിട്ട് സെപ്പറേറ്റ് ഫീഡർ ആക്കിയിട്ട് അമ്പലപ്പാറ ഭാഗത്തേക്ക് മാത്രമായിട്ട് ആ ഒരു പ്രവൃത്തി ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. അത് ഇനിയിപ്പോൾ ചാർജ് ചെയ്യേണ്ട ഇത് മാത്രമേ ഉള്ളൂ.